എനിക്ക് വയ്യാണ്ടായാലും ഓഫീസ് വീട്ടിലോട്ട് മാറ്റിയാലൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഹയർ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മളും മക്കളും എല്ലാവരും ഇപ്പോൾ ഓഫീസ് റൂമിലാണ് കിടന്നുറങ്ങുന്നത്. കാരണം അത്രയ്ക്ക് ചൂടാണ് കേട്ടോ. പാലക്കാട് ചൂട് നിങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഒറ്റപ്പാലൊക്കെ ഇങ്ങനെ നിന്നുരുകയാണ്. ഇപ്പം മില്ലു അവളുടെ രാവിലത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിറയെ മാങ്ങയൊക്കെ വീണടക്കുന്നുണ്ട്. രാവിലെ PCOS വന്നപ്പം തൊട്ടിട്ടുള്ള എൻ്റെ രാവിലത്തെ ഫേസ് ഇങ്ങനെയാണ്. നല്ല പോലെ എണ്ണ വരുന്നുണ്ടാവും. അതെൻ്റെ സ്കിൻ ഓയിൽ ആയതുകൊണ്ടാണ്. പക്ഷെ മുഖം ഒന്നാകെ വീർത്ത് കണ്ണിൻ്റെ താഴേക്ക് ഒരു തടം പോലെ വന്നിട്ടുണ്ടാവും കേട്ടോ. അതൊന്നും കാര്യമാക്കാണ്ട് ഞാൻ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഓയിലിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ഫേസ് വാഷ് ഇപ്പം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആക്ച്വലി അത് നമ്മുടെ UV-ഡോക്സിൻ്റെ കമ്പനിയിൽ ബ്രിൻടൺ അതിൻ്റെയാണ് ആ ഒരു ഫേസ് വാഷ്. അടിപൊളിയാണ് കേട്ടോ. കുറേയൊക്കെ നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മീന് ഷെയ്നൂട്ടി വളർത്തണതാണ് കേട്ടോ. അപ്പോൾ രാവിലെ അതിനെ നോക്കുമ്പോൾ എനിക്കൊരാശ്വാസമാണ്. ഉമ്മ ഉള്ളത് വലിയൊരു ഹയറാണ്. കാരണം ഉമ്മയാണ് ഇന്ന് പുട്ട് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും തന്നെ ഉമ്മ പുട്ടും അതുപോലെ പാത്രം കഴുകിയൊക്കെയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് പീരിയഡ്സും കൂടെയാണ്, തീരെ വയ്യായിരുന്നു. അങ്ങനെ PCOS വന്ന് ഇപ്പം അതിന് പുതിയ ഡയറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ കഴിക്കാനാണ് കേട്ടോ. ഒരു 6-7 ബദാമും കഴിക്കും, 2 ഈത്തപ്പഴവും കഴിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡേറ്റ്സ് അങ്ങനെ വലിയ താല്പര്യമില്ല. പിന്നെ എൻ്റെ അടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞതായിരുന്നു ചായ. പക്ഷേ ഞാൻ ഒരു ദിവസം 2 ചായ എങ്ങനെയെങ്കിലും കുടിക്കാറുണ്ട്. എനിക്കതില്ലാതെ തീരെ പറ്റുന്നില്ല. ഇൻഷാല്ലാ കുറയ്ക്കണം. അപ്പം ഞാൻ അതിൻ്റെ അതായത് കുറച്ചും കൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടി അതിനൊരു മസാല ചായ ആക്കിയിട്ടൊക്കെ എടുക്കുക കേട്ടോ. അതായത് ഒരു ചെറിയ പീസ് പട്ടയും ഒരു 2-3 ഗ്രാമും പിന്നെ ഈ സാധനം എന്താണെന്ന് എനിക്കറിയില്ല, എന്നാലും അതിൻ്റെ ഒരു പൊട്ടും പിന്നെ ഏലക്കയൊക്കെ ഇടാറുണ്ട്. പിന്നെ മെയിനായിട്ട് ഇത് ഇത്ര പോകുന്ന ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിടും കേട്ടോ. ചായ ഉണ്ടാക്കുന്നത് ഞാനാണ്. അതെനിക്ക് എത്ര വേയെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന ചായ എനിക്കും എൻ്റെ ഉമ്മാക്കും പാടെ ഉള്ളതാണ് കേട്ടോ. കാരണം ഉമ്മ ഉണ്ടാക്കുമ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ച പോലെ ആയില്ലെങ്കിലോ എന്നുള്ളൊരു സാധനം ഉമ്മാക്ക് വരും. ചായ മാത്രം എനിക്ക് ഭയങ്കര, ഞാൻ എങ്ങനെയാണോ വിചാരിച്ചത് അതുപോലെ എനിക്ക് കിട്ടിയ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇതെന്താ മുതുകത്ത് ഇങ്ങോട്ട് പണക്കാരൻ പൈസമ്മേ കടന്നുറങ്ങിക്കണ് കണ്ടമ്മ. പൈസമ്മ എത്ര രൂപയാണ്? 5 രൂപൻ്റെ കോയിനിലൊക്കെയാണ് അവന് കടന്നുറങ്ങണത്. പണക്കാരൻ. ആമീൻ. എന്നാ മോനെ തണ്ണിക്കുടി. ഓ ആയിക്കോട്ടെ. ലുക്കൊക്കെ ഉണ്ട് കേട്ടാ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. രാവിലെ തന്നെ എന്തോ ഒരു ചൂടാ. ആ AC കൂടെ ഒരു ചില്ലെന്നുണ്ടെങ്കിൽ സത്ത് പോയേനെ നമ്മള്. പിന്നെ ഒന്നുകൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശർക്കര ഇടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ശർക്കര ഇട്ടാൽ നമ്മുടെ ചായ പിരിയില്ല. അവിടെ AC പോയി കിടന്ന മാൻഡുട്ടി ബാ മിച്ച് കൊണ്ടാ ബാ നീക്ക് ബാ. അള്ളോണ്ട് ഷുട്ടിന് ചൂട് ഇട്ടിട്ടും ഇവിടെ ചൂടാണ്. ഗൈഷിൻ്റെ വീട്ടിൽ നിറയെ ചൂടാണ് രാവിലെ തന്നെ. ഇതാ ഇവിടെ കിടന്നോ. ഇവിടെ നല്ല തണുപ്പുണ്ടാവും. മിയാൻ്റെ കൂടെ ഉറങ്ങിക്കോട്ടാ. മാഷ് ഒത്ത ഉറങ്ങിക്കോ. ഫാൻ ഇട്ട് തരാം. എന്നാ ഉറങ്ങിക്കോ. മിയാനോട് ഉറങ്ങിക്കോ. AC ഓണാക്കി തരണം ഷൊത്തിനെ. നീ വേറെ എവിടെയും പോകില്ല. ഉറങ്ങിക്കോ. നല്ല മോളായിട്ട് ഉറങ്ങിക്കോട്ടോ. വിടുമിയ. വിട്ടോ ഉറങ്ങിക്കോട്ടെ. വിട്ടോ. ക്ഷുകിച്ച് കിടക്കാണ് തലക്കാണിയിൽ തലയൊക്കെ വെച്ചിട്ട്. ആരാ ഇവിടെ? ഉറങ്ങിക്കോട്ടോ നമ്മുടെ കുഞ്ഞ്. എന്താ സുഖം കിട്ടുന്നുണ്ടോ മീലോ? സുഖം കിട്ടുന്നുണ്ടോ ഉമ്മന്റെ കുട്ടിക്ക്? ഇവിടെ തണുപ്പുണ്ടോ? ഇവിടെ ഭയങ്കര ചൂടാണ്. കഴിച്ചിട്ട് കുട്ടി എട്ടങ്ങാറാവുകയാണ്. സോ ദിസ് ഇസ് മൈ ടീ ടൈം. ചായയാണ് നമ്മൾ ഉണ്ടാക്കിയ മസാല ചായ. പിന്നെ ഇത് ഡേറ്റ്സും ആൽമണ്ടും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതിന് ഫില്ല് ചെയ്യും. എനിക്ക് ഡേറ്റ്സ് കഴിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്യും. പിന്നെ ഇതിനെ തുറക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതിനെ വീണ്ടും ഫില്ല് ചെയ്യും. ഇങ്ങനെയാണ് കേട്ടോ ഞാനിത് കഴിക്കുന്നത്. അപ്പം ഇത് രണ്ടും നമുക്ക് അവിടെ വയ്ക്കാം. ചായ കുടിക്കാം. ചായ ഒരു രക്ഷയില്ല മക്കളെ, പൊള്ളിയാണ്. ബാക്കി ഒരു 3 ഉണ്ടാവും. ആ 3 ഇതാ ഇങ്ങനെ കഴിക്കുക. കഴിക്കുക. ആയിക്കോ. ചുമ്മാ ചായക്ക് കടിയായിട്ട് കഴിക്കും കേട്ടോ. തണുക്കുണ്ടാ? എന്താ താത്താർത്ത് പോയി പഴങ്ങി? തണുത്തിട്ടടി കുട്ടിക്ക് പൊതിച്ചെടുത്താളെ.
ചത്താണ് ഉമ്മാടെ. വേക്കപ്പ് ഗൈസ്, സമയം എണീക്ക്. ആ അത് ഓഫാക്ക്, അത് മ്യൂട്ടായിക്കണം. ഓഫാക്കുണ്ട് ഇങ്ങനെ. ഇങ്ങോട്ട് പോലെ ഗൈസ്, മിയമോള് രാത്രി വിരിച്ചതുകൊണ്ട് ഷെയ്നു രാവിലെ ബെഡ് മടക്കി വയ്ക്കാണ് കേട്ടോ. എനിക്ക് എൻ്റെ നിലം കണ്ടിട്ട് സഹിക്കുന്നില്ല. ഇത് നമുക്ക് മാറ്റണം ഉടനടി. നിലത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. ആൾക്കാർ അറിയിച്ചു നമ്മൾ തുടയ്ക്കും വൃത്തിയാക്കാഞ്ഞിട്ടാണ് പെണ്ണ് നിലം ഇങ്ങനെ ഇട്ടിരിക്കുന്നേ എന്ന് പറയും. എടുത്തിട്ട് വയ്ക്കോ ടേക്ക് ഇറ്റ്. സോ രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓഫീസ് റൂം ആട്ടോ. രാത്രി മാത്രമാണ് ഇവിടെ പറ്റുള്ളൂ. രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ ഷാഹുൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചെക്കനും നല്ല സുഖമല്ല. AC ഓഫ് ആക്കിയിട്ട് വായോ, ഫുഡ് കഴിക്കുക. അത് പക്ഷെ കഴിക്കാതിരിക്കാണ്. എനിക്ക് പോണേ വായോ, വിശക്കുണ്ട്. ഈ ഓരസഹിച്ചല്ലേ ഒന്നും കൂടെ പറഞ്ഞേ. മറ്റുള്ളവരിലെ ഇപ്പൊ ലാഡറിൽ പോകുമ്പോ എന്റെ മുടിയൊക്കെ ചൊപ്ര മുടി വീഡിയോക്കെ എടുത്തിട്ടുണ്ട് ഇന്ന കോണ്ടന്റ് ഒക്കെ ഇല്ല. മറ്റുള്ളവരുടെ ലൈഫ് കോണ്ടന്റ് ഒക്കെ ഇട്ട് എനിക്ക് എന്ത് ലാഭം ഉണ്ടാവണം? അതുകൊണ്ട് പൈസ ഉണ്ടാക്കിയോണ്ട് എനിക്ക് നല്ലപോലെ ജീവിക്കാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? ഷാലേ, ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ട പോലെ. അത് ഞാൻ മാത്രം പറയുള്ളൂ, വേറെ ആരും പറയില്ല ഡയലോഗ്. ഏയ് അങ്ങനെ പണയല്ലേ. ജീവിതം കോണ്ടന്റ് ആ ലാഡറിലേക്ക് പോണ സമയത്ത് എന്നോട് ഞാൻ നല്ല മലയാളത്തിൽ പറഞ്ഞു, മുടി വെട്ട്, താടി ഷേവ് ചെയ്യ്, പൈസ ഞാൻ തരാന്ന് വരെ എന്നോട് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് വേറൊരു പ്ലാൻ ഉണ്ട്, മുടി നീട്ടി വളർത്തിയിട്ട് കാശിക്ക് പോകാന്. അല്ലാണ്ട് വേറെ എന്തേലും മറ്റേതാ എന്താ പറയാ അഗോരി ആവാനുള്ള പ്ലാന്. അഗോരി പൊട്ടും കടലയും കറി നല്ല ആൾക്കാരാണ്, കറിക്ക് കുഴപ്പമൊന്നുമില്ല. പൊട്ടും കടലയും പിന്നെന്തേനും. എന്നിട്ട് ആ ഒരു കോലം ഞാൻ ഡോണ്ട് ക്യാപ്ചർ മീ എന്ന് വരെ ഞാൻ പറഞ്ഞു. എടാ ആ വീഡിയോ ഷാല് വല്ലാണ്ട് കളിച്ച് ഇതിന്റെ കൂടെ ഞാൻ ആ 3 വീഡിയോ ആഡ് ചെയ്യും. ഇങ്ങനെ നടക്കാം, എന്നിട്ട് ഡോണ്ട് ക്യാപ്ചർ മീ, അടുത്ത് നടത്താൻ ഡോണ്ട് ക്യാപ്ചർ മീ സാധനം. ഞാൻ വ്ളോഗർമാർക്ക് ഒരു കുഴപ്പമുണ്ട്, മറ്റുള്ള ആളുകളുടെ ലൈഫ് കോണ്ടന്റ് ഒക്കെ. ഷാഹിലെ വീഡിയോയിലേക്ക് ഇങ്ങനെ കേറി നമുക്കിങ്ങനെ എന്താ പറയാ റിട്ടൻഷൻ, എന്തുവാടെ അലർന്ന് റിട്ടൻഷൻ കിട്ടാൻ വേണ്ടി തോന്നിയാസം കാണിച്ച് 2-3 പ്രാവശ്യം കൂടെ നടന്ന് വീഡിയോ എടുപ്പിച്ചിട്ട് പിന്നെ നിന്നെ കാണാൻ ചന്തല്ല, നിനക്ക് താടി വന്നു ഒരുമാതിരി വർത്താനം ഞാൻ എടുത്തോണ്ടിടും. എന്റെ ഐ ഹാവ് പ്രൂഫ്സ് മാൻ. ഞാൻ എന്തായാലും പറയണ്ട. ഈ 2-3 പ്രാവശ്യം അത് ശരിയായില്ല, അടുത്ത പ്രാവശ്യം ഇത് തന്നെ പ്രൂഫ് അല്ലേ നീ പറഞ്ഞെടുപ്പിച്ചു എന്നുള്ളതിന്. അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. എന്താ കാര്യം എന്നറിയോ, എങ്ങനെ പോയാലും 4 കാലിലോ വീഴുള്ളൂ. ലാൻഡറില് ഞാൻ ടീൽ ഓഫ് എന്നുള്ള ഷോപ്പിലിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും അവിടെ വന്നിട്ട് നല്ല ഷേക്ക്, ജ്യൂസ്, പിന്നെ സ്പെഷ്യൽ ചട്ടിപ്പത്തിരി. ഇല്ല ചട്ടിപ്പത്തി ഒന്നും ഉണ്ടാക്കും, ഒന്നും തിരക്കാവും. ജ്യൂസ്, മൊജിറ്റോസ്, ഫ്രഷ് ലൈം, അതുപോലെ നല്ല അടിപൊളി സ്നാക്സുകളൊക്കെ കിട്ടും. അപ്പൊ എല്ലാരും വരാം. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, പിന്നെ ഇന്ന് മുതൽ ലോഡഡ് ഫ്രൈസ് ഉണ്ടാവും. പെങ്ങന്മാർക്ക് ഫ്രീ അല്ലേ? ഇല്ല, പുറത്ത് അതിനുള്ളിൽ കയറിയ പെങ്ങള് എന്റെ ശമ്പളത്തിന്ന് കട്ട് ചെയ്യൂല പെങ്ങന്മാരുടെ ശമ്പളം ചെയ്യല്ലോ. പിന്നെ ശമ്പളം ചെയ്യാം, നല്ലോണം കഴിക്കുള്ളൂ. ഓ കുട്ടി ബില്ല അവിടെ തന്നെ തീർക്കുന്ന തോന്നുന്നു. പക്ഷേ ഓക്കെ, അപ്പൊ ഫുഡ് കഴിച്ചോ? കറി കഴിച്ചറാ? ശമ്പളം നേരെ ചിക്കൻ കൊണ്ടേ കൊടുക്കുക, അതാണ് വരുന്നത്. കൊള്ളാം. ഇന്ന് നമ്മള് പോയ ഷാൽവാമ ചിക്കൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അടാ എനിക്ക് കഴിക്കാൻ പാടില്ലടാ. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കട ഷാവിലെ. എനിക്കൊരു ഷവായ ഞാൻ വരില്ല, എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് നിക്കാൻ പോലും വയ്യ വേദനിച്ചിട്ട്. കാല് ആടിന് നോക്ക്, ഞാൻ വീഡിയോ എടുക്കുമ്പോ വിറക്കിന് നോക്ക്. എന്നാ ചെക്ക വന്ന് കഴിക്കണ, അത് ഓഫാക്ക്, എന്നിട്ട് വന്ന് കഴിക്ക്. ബഷി എന്താ വായിക്കണേ? ബഷ ആവലും ഉണ്ടെന്ന് ബുക്ക്. അത് കൊറേ മറ്റേ കൊറേ ബുക്കില്ലേ, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിർത്തോണ്ടെന്ന് വന്നില്ലേ ആ ബുക്സ്. ഞാൻ ഫുഡ് കഴിച്ചാ അമ്മ വരീമ്മ, നമുക്ക് കഴിക്കാം. ട്രെയിനൂട്ടി സ്ഥിരമായി കാണുന്ന സാധനങ്ങളാണ് കേട്ടോ ഈ പ്രേതത്തിന്റെ ഗെയിം.
ഇയ്യല്ല ഇപ്പൊ ബസ്സിക്ക് സ്പെഷ്യൽ കഴിച്ച് വാങ്ങടാ. അപ്പൊ കൂടെ തിന്നാലേ അത് ഇത് പൈസ കൊടുക്കണടാ, നോക്കി നോക്ക. എന്നാല് കുടുംബത്തിലൊരു വിരുന്നുണ്ട് കേട്ടോ, അതിന് വേണ്ടി പോവാണ്. സത്യം പറഞ്ഞാൽ ഇത്ര നേരം ഞാൻ എഴുന്നേക്കാൻ തന്നെ വയ്യാന്നും പറഞ്ഞിട്ട് ഞാൻ വരുന്നില്ല പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നാമതേ എനിക്ക് വേദനിച്ചിട്ട് വയ്യ, പിന്നെ പീരിയഡ്സും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും റെഡി ആയിട്ടില്ല കേട്ടോ. ജസ്റ്റ് സൺസ്ക്രീൻ ഇട്ടിട്ട് കൺമഷി മാത്രം എഴുതിയിട്ട് ലിപ് ബാം ഇട്ടിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങി. കാരണം എനിക്ക് തീരെ വയ്യ, ഞാൻ ഒട്ടും ഓക്കെ ആയിരുന്നില്ല. പിന്നെ എന്താ പറയുക, ഇത് കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, നല്ല കളർ വെച്ചല്ലോ, ഭയങ്കര എന്താ പറയുക, ഭയങ്കര പുട്ടിയാടോ എന്നൊക്കെ. ഒന്നല്ല കേട്ടോ, അത് ഫോണിൻ്റെ എക്സ്പോഷർ കൂടുന്ന സമയത്ത് വെയിലത്തൊക്കെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ വിളയെന്ന് കാണിക്കുന്നതാണ്. അവിടെ നമ്മൾ സുർബിയാനി ആയിരുന്നു. എനിക്ക് ആക്ച്വലി സുർബിയർത്ത് കുളിച്ചൊരു വഴിക്കായിരുന്നു. കൊള്ളാം. മതിയോ? ചില കാര്യങ്ങൾക്ക് നമ്മൾ പോയെന്നേ പറ്റുള്ളൂ എന്ന് വരില്ലേ, അങ്ങനെ ഇപ്പോൾ പോയതായിരുന്നു കേട്ടോ. തിരിച്ച് വന്നിട്ട് ഞാൻ ബാക്കി എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നു. AC ഓണാക്കി ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ജോലിയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അവിടെ നിന്ന് എണീക്കുക, നടക്കുക, അല്ലെങ്കിൽ കിടക്കണിടത്ത് നിന്ന് എണീക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല വേദന വരുന്നുണ്ട് കേട്ടോ റൈറ്റ് സൈഡിൽ. ആക്ച്വലി എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. PCOS മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ റൈറ്റ് സൈഡ് ഓവറിയിൽ ചെറിയൊരു കല്ലപ്പുണ്ട്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. അങ്ങനെയൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളത്. ഇതിൻ്റെയൊക്കെ പുറമെ PCOS ഉണ്ട്. അപ്പോൾ പിന്നെ ബാക്കി പറയണ്ടല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതും അത്യാവശ്യം നല്ലോണം എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ. രാവിലെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ജോലികളാണെങ്കിലും പുറത്തുനിന്ന് ചെയ്യുന്ന ജോലികളാണെങ്കിലും എങ്ങോട്ടെങ്കിലും പോണതാണെങ്കിലും ഒക്കെ നല്ലോണം എഫേർട്ട് എടുത്തിട്ടാണ്. ഷെയ്ന് വന്ന് കിടന്നപ്പോൾ അവൻ്റെ കൂടെ തന്നെ മിലു വന്ന് കിടന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് അവിടെയാണോ കിടക്കുന്നത് അതോ സോഫമേണോ കിടക്കണേ? ഞങ്ങളും കൂടെ കൊള്ളാലോ. മൈ കുഞ്ഞുമണി ഈസ് മേക്കിംഗ് ബെഡ്. നോക്കട്ടെ, ഇങ്ങോട്ടോക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പും കൂടെ. ചുമരൊക്കെ നമുക്ക് പെയിന്റ് അടിക്കാണ്ട്. ഷെയ്നൂട്ടി കുറേ സ്ക്രാപ്പിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചുമരിൽ നിന്നിട്ടാണ് ഞാനിപ്പോൾ നിലവിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഷെയ്നുൻ്റെ റൂമാക്കി കൊടുത്തതായിരുന്നു നമ്മൾ ബെഡൊക്കെ ഇരിച്ചിട്ട്. പക്ഷെ ഓനത് നശിപ്പിച്ച് ചുമരിലൊക്കെ ചളിയാക്കി, ചുമരിലൊക്കെ കണ്ണി കണ്ടതൊക്കെ ഇട്ട്. ഇങ്ങോട്ടോക്കി മീയ നോക്കട്ടെ. നമ്മുടെ മീയക്കുട്ടിയാണ് കേട്ടോ നമുക്ക് എന്താ പറയുക ബെഡ് വിരിച്ച് തരുന്നത്. നിലത്തത്തെ കളറ് മറ്റേ നമ്മൾ തുടയ്ക്കാഞ്ഞിട്ടല്ല കേട്ടോ, അത് അതിൻ്റെ കാവി ഇട്ടപ്പോൾ ഒരു സൈഡിൽ നമ്മൾ കട്ടിലിട്ടായിരുന്നു തുടക്കത്തിൽ തന്നെ. അപ്പോൾ ആ ഒരു നേരെ ചൊവ്വേ കായാത്ത ആ സൈഡ് മാത്രമല്ല, തുടയ്ക്കുന്ന ഭാഗത്തുണ്ട് കണ്ടോ. ഈ അങ്ങനെ നേരെ ചൊവ്വേ കായാത്ത എല്ലാ ഭാഗത്തും ആ കാവിയുടെ പെയിൻറ്റ് അതിനെന്തോ പറഞ്ഞു അവർ എന്തൊക്കെയൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. പക്ഷേ എനിക്ക് അതിൻ്റെ പെയിൻറ്റ് അടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലത്ത് അടിച്ച് തരുമായിരിക്കും അല്ലേ മിയ? ഇനി അടുത്ത ബെഡ് വിരിക്കാൻ എന്തായാലും നമുക്ക് ചേട്ടോ. സിസ്റ്റം വന്നിട്ട് ഷാഹുലിൻ്റെയാണ്, പ്രിൻ്റർ ഷാഹുലിൻ്റെയാണ്. ഐപാഡ് എൻ്റെയാണ് കേട്ടോ. ഐപാഡ് മാത്രമേ ഉള്ളൂ ഗൈസിൻ്റെ. പിന്നെ നമ്മുടെ റിംഗ് ലൈറ്റ് ഉണ്ടോ, അത് ഡിജിടെക്കിൻ്റെ റിംഗ് ലൈറ്റാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ ആണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ തരാം. മീയക്കുട്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ ഓഫീസ് റൂം ആയതുകൊണ്ട് ഇവിടെ രാത്രി മാത്രമാണ് നമ്മൾ പായിട്ട് കിടക്കുള്ളൂ കേട്ടോ. ഈ ബെഡുകളൊക്കെ വിരിച്ച് കിടക്കുള്ളൂ. ഇവിടെ നിന്ന് കട്ടിലൊക്കെ എടുത്ത് പുറത്തിട്ട് നമ്മൾ ഉമ്മയുടെ വീട്ടിൽ കൊണ്ടിട്ടതാണ്. നമുക്കിത് മതിയെന്ന് കരുതി. തട്ടിത്തറിഞ്ഞ് വീടല്ലേ പൊന്നെ. ഇവിടെയാണ് നമ്മളെല്ലാവരും കിടക്കുക കേട്ടോ. ഫുൾ ഫാമിലി ഇവിടെയാണ് കിടന്നുറങ്ങുക.